السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم علمنا ما ينفعنا، وانفعنا بما علمتنا، وزدنا علما، وأصلح لنا شأننا كله، ولا تكلنا إلى أنفسنا طرفة عين. اللهم رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകാല സമൂഹങ്ങളുടെ ചരിത്രങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഒരുപാട്. ആ ചരിത്രങ്ങളിലെല്ലാം അല്ലാഹുവിൻ്റെ മാറ്റമില്ലാത്ത നടപടിക്രമം, സുന്നത്ത് അവൻ നടപ്പിലാക്കിയതായി നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ഏത് ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുക, അള്ളാഹു അവൻ്റെ ശിക്ഷകൾ നൽകിയ സമൂഹങ്ങൾ, അവരുടെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിൻ്റെ മാറ്റമില്ലാത്ത അവൻ്റെ സുന്നത്ത്, ചരിത്രം, അവൻ്റെ ചര്യ ആ സമൂഹങ്ങളിൽ അള്ളാഹു നടപ്പിലാക്കിയതായി കാണാൻ സാധിക്കും. എന്താണ് അള്ളാഹുവിൻ്റെ ആ മാറ്റമില്ലാത്ത ചര്യ എന്ന് പറഞ്ഞാൽ, നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു നൽകും. നന്ദികേട് കാണിക്കുന്ന ആളുകൾക്ക് അവരുടെ അനുഗ്രഹം അള്ളാഹു നീക്കിക്കളയും. ഇത് നമ്മൾ ഒരുപാട് കേട്ട് തയക്കം വന്നൊരു കാര്യമാണ്. പക്ഷെ ഒരുപാട് ചിന്തിക്കാനുള്ള അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണിത്. അത് ഓരോ വ്യക്തികളും അവൻ്റെ വ്യക്തി ജീവിതത്തിൽ ചിന്തിക്കണം. ഓരോ സമൂഹങ്ങളും അവരുടെ സമൂഹത്തിൻ്റെ കാര്യത്തിൽ ചിന്തിക്കണം. ഓരോ നാട്ടുകാരും ആ നാടിൻ്റെ കാര്യത്തിൽ ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ മാറ്റമില്ലാത്ത നടപടിക്രമമാണിത്. നന്ദി കാണിച്ചാൽ അവൻ വർദ്ധിപ്പിച്ചു നൽകും. നന്ദികേട് കാണിച്ചാൽ അള്ളാഹു അനുഗ്രഹങ്ങൾ നീക്കിക്കളയും. ഇല്ല, ഇന്ന് നമ്മൾ നിരത്തിലിറങ്ങിക്കഴിഞ്ഞാൽ, റോട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വാഹനത്തിൻ്റെയും, മുസ്ലിമീങ്ങളുടെ വാഹനത്തിൻ്റെ പിറകിൽ നമ്മൾ കാണും, ലൈൻ ശകർത്തും ലഅസീദന്നക്കും. അല്ല, മനോഹരമായി എഴുതി പിടിപ്പിച്ചായി കാണാൻ സാധിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിൻ്റെ സുന്നത്താണ്. നിങ്ങൾ മനുഷ്യരെ, നിങ്ങൾ നന്ദി കാണിച്ചാൽ നാം വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. വല ഇൻ കഫർത്തും, അതിനൊരു ബാക്കി കൂടിയുണ്ട്. അത് പലപ്പോഴും ആളുകൾക്ക് അറിയില്ല. എന്താണ് വല ഇൻ കഫർത്തും? നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്, അള്ളാഹുവിൻ്റെ ശിക്ഷ അത് വളരെ കഠിനമായിരിക്കും. അപ്പോൾ നോക്കൂ, നമ്മളിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ വ്യക്തികളും വ്യക്തിപരമായി ചിന്തിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കാണാൻ സാധിക്കും. ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ചിന്തിച്ചാൽ ഒരു സമൂഹത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് കാണാൻ സാധിക്കും. ഒരു നാട് എന്ന രീതിയിൽ ചിന്തിച്ചാൽ അങ്ങനെയും ഒരുപാട് അനുഗ്രഹങ്ങൾ കാണാൻ സാധിക്കും. വ്യക്തിപരമായും സാമൂഹികമായും രാഷ്ട്രീയപരമായും എല്ലാം നമുക്കുള്ള അനുഗ്രഹം നിലനിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മൾ നന്ദി കാണിക്കണം. നന്ദി കാണിച്ചാൽ നമ്മൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അതുപോലെ അള്ളാഹു
നിലനിർത്തി തരികയും ഒരുപാട് അനുഗ്രഹങ്ങൾ ചോദിക്കാതെ തന്നെ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരികയും ചെയ്യും. ഇനി നന്ദികേടാണ് ചെയ്യുന്നത് എങ്കിലോ ഉള്ള അനുഗ്രഹങ്ങൾ നീക്കിക്കളയും. ഉള്ള അനുഗ്രഹങ്ങൾ തന്നെ നീക്കിക്കളയുമെങ്കിൽ പുതിയത് കിട്ടുമോ? ഇല്ല, കിട്ടൂല. ഇത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അള്ളാഹുവിൻ്റെ മാറ്റമില്ലാത്ത ചര്യയായി നമുക്കിത് കാണാൻ സാധിക്കും. അള്ളാഹു പറയാണ് ذَلِكَ بِأَنَّ اللَّهَ لَمْ يَكُنْ مُغَيِّرًا نِعْمَةً أَنْعَمَهَا عَلَى قَوْمٍ حَتَّى يُغَيِّرُوا مَا بِأَنفُسِهِمْ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. ആ അനുഗ്രഹങ്ങൾ അള്ളാഹു ചിലപ്പോൾ അവരിൽ നിന്ന് നീക്കിക്കളയും. എന്തിനാ നീക്കിക്കളയുന്നത്? ആ സമൂഹത്തിലെ ആളുകൾ തന്നെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ, തിന്മകൾ ഉണ്ടാകുമ്പോൾ, തിന്മകൾ ചെയ്തുകൊണ്ട് അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ അനുഗ്രഹങ്ങൾ നീക്കിക്കളയുന്നത്. സ്വയം നിലപാടുകളിൽ ജീവിതത്തിൽ തിന്മകൾ അധികരിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ എടുത്തു മാറ്റുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നു വകം അഹ്ലക്നാ മിൻ ഖർയത്തിൻ, എത്രയെത്ര സമൂഹങ്ങളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് എടുത്തു നോക്ക്, എത്ര സമൂഹങ്ങളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സമൂഹങ്ങൾ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. ആ മുൻകാലം മുതൽ ഇന്ന് ഈ കാലം വരെ ഒരുപാട് സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ശിക്ഷകൾ കൊണ്ട്, സുനാമി കൊണ്ട്, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം കൊണ്ട്, ഉരുൾപൊട്ടൽ കൊണ്ട്, അങ്ങനെ ഒരുപാട് അള്ളാഹുവിൻ്റെ ശിക്ഷകൾ കൊണ്ട് അള്ളാഹു എത്ര നാടുകളെയാണ് അള്ളാഹു ഉന്മൂലനം ചെയ്ത് അവരെ നശിപ്പിച്ചിട്ടുള്ളത്. എന്താണ് കാരണം? ബത്തിറത് മഈശതഹ, അവരെല്ലാം അവരുടെ ജീവിതം കുത്തഴിഞ്ഞ ജീവിതം ആക്കി മാറ്റി. അഹങ്കാരം നടിച്ചുകൊണ്ട് അവർ ആഹ്ലാദിച്ച് ജീവിച്ചു, അള്ളാഹുവിനെ മറന്നു ജീവിച്ചു. ഫതിൽക മസാകിനുഹും, ഈ പറഞ്ഞ അള്ളാഹു നശിപ്പിച്ച നാടുകൾ നിങ്ങൾ നോക്കണം. അള്ളാഹുവിൻ്റെ ശിക്ഷ അവതരിപ്പിക്കപ്പെട്ട അവരുടെ വാസസ്ഥലങ്ങൾ, താമസ സ്ഥലങ്ങൾ നിങ്ങൾ നോക്കണം. ലം തുസ്കം മിൻ ബഅദിഹിം ഇല്ലാ ഖലീല, അള്ളാഹു ആ നാട് നശിപ്പിച്ചതിന് ശേഷം വളരെ കുറച്ചു മാത്രം നാടുകളിലെ ജനവാസം തന്നെ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ കൺമുന്നിൽ എത്രയോ അനുഭവങ്ങളില്ലേ? അള്ളാഹുവിൻ്റെ ശിക്ഷകൾ, പരീക്ഷണങ്ങൾ വന്ന നാടുകൾ. പിന്നീട് എത്ര വിരളമായിക്കൊണ്ടാണ് അവിടെ ആളുകൾ താമസിക്കുന്നത്. ചില സ്ഥലത്ത് താമസമേ ഇല്ല, ജനവാസയോഗ്യമല്ലാതെ അത് നശിപ്പിക്കപ്പെടുന്നു. എന്താ കാരണം? അള്ളാഹുവിനോട് അഹങ്കാരം കാണിച്ചു, കുത്തഴിഞ്ഞ ജീവിതം, അള്ളാഹുവിനോടുള്ള നന്ദികേട്. അള്ളാഹു പറയാണ് വദറബല്ലാഹു മസലൻ ഖർയതൻ, അള്ളാഹു ഒരു ഉദാഹരണം വിവരിച്ചു തരാൻ, ഒരു ഗ്രാമത്തിൻ്റെ ഉദാഹരണമാണ്. കാനത് ആമിനതൻ മുത്മഇന്ന, ആ നാട് വളരെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടായിരുന്നു. യഅതീഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാനി, ആ നാട്ടിലേക്കുള്ള ഉപജീവന മാർഗങ്ങൾ, റിസ്ഖ്, അത് സുഭിക്ഷമായി പലയിടങ്ങളിൽ നിന്നും ആ നാട്ടിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെയുള്ളൊരു നാട്. അങ്ങനെ ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കെ ഫഖഫറത് ബിഅൻഉമില്ല, ആ നാട്ടിലെ ആളുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനെ നന്ദികേട് കാണിച്ചു, അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചു. ഏറ്റവും സുഭിക്ഷതയിൽ കഴിഞ്ഞിരുന്ന അവർ അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചപ്പോൾ എന്താണ് ഉണ്ടായത്? ഫഅദാഖഹ അല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി ബിമാ കാനൂ യസ്നഊൻ, അവരുടെ നന്ദികേട് കാരണം അള്ളാഹു അവർക്ക്
വിശപ്പിൻ്റെയും ഭയത്തിൻ്റെയും വസ്ത്രങ്ങൾ അള്ളാഹു അവരെ കൊണ്ട് ധരിപ്പിച്ചു എന്ന് പറയുന്നത്. വേറെയും ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. അലം തറ ഇലല്ലദീന ബദ്ദലൂ നിഅമതല്ലാഹി കുഫ്റൻ. ഒരു കൂട്ടം ആളുകളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, അവരെ കാര്യം നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അവരെന്താ ചെയ്തത്? അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദികേട് കാണിച്ചു. അള്ളാഹു ഇങ്ങനെ അനുഗ്രഹം കൊടുക്കുക, ഇവര് നന്ദികേട് ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് എന്താ ഉണ്ടായത്? വഅഹല്ലൂ ഖൗമഹും ദാറൽ ബവാർ. നന്ദികേടിന്റെ ഫലമായി അള്ളാഹു അവരുടെ നാടുകൾ, അവരുടെ ഭവനങ്ങൾ അത് നാശത്തിന്റെ നാടുകളാക്കി മാറ്റി. സ്വന്തം പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വന്തം നാടുകളെ, സ്വന്തം ജീവിതത്തെ ഏറ്റവും നാശമായ അവസ്ഥയിലേക്ക് അവർ മാറ്റിയത് നിങ്ങൾ കണ്ടില്ലേ? അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദികേട് കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയ ആളുകളെ നിങ്ങൾ കണ്ടില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും. അള്ളാഹു നശിപ്പിച്ച സമൂഹങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനോട് നന്ദികേട് കാണിച്ചത് കൊണ്ടാണ് അള്ളാഹു അവരെ നശിപ്പിച്ചത്. അപ്രകാരം അള്ളാഹു നശിപ്പിച്ച, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് നൽകപ്പെട്ട ഒരു വിഭാഗമായിരുന്നു, ഒരു സമൂഹമായിരുന്നു സബഅ്കാർ. സബഅ്കാർ എന്ന് പറയും. വിശുദ്ധ ഖുർആനിൽ അവരുടെ പേരിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്, സൂറത്തു സബ എന്ന പേരിൽ. അവർ യമനിൻ്റെ രാജാക്കന്മാരായിരുന്നു. യമനിലെ ആളുകളുടെ രാജാക്കന്മാരായിരുന്നു ഈ സബഅ്കാർ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച ബിൽഖീസ്, അവർ ഈ സബഅ്കാരിൽപ്പെട്ടവരായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർ പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരാൾ വന്നു ചോദിച്ചു, മാ ഹുവ അറജുലുൻ അം ഇംറഅത്തുൻ അം അർദുൻ. ഈ സബഅ എന്നുള്ളത് അത് ഒരു പുരുഷനാണോ, ഒരു സ്ത്രീയാണോ, ഒരു നാടാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സബഇൻ്റെ അടിസ്ഥാനം അതൊരു പുരുഷനായിരുന്നു. സബ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു പുരുഷനായിരുന്നു. അയാൾക്ക് 10 മക്കളുണ്ടായിരുന്നു. അതിൽ 6 ആളുകൾ യമനിലും 4 ആളുകൾ ഷാമിലുമായിരുന്നു. അപ്പോൾ അയാളുടെ മക്കൾ പിന്നീട് അവരെ സബഅ്കാർ എന്ന് അറിയപ്പെട്ടു. 6 മക്കളും യമനിൽ ആയിരുന്നു, ഒരു ബഹുഭൂരിപക്ഷവും യമനിലായിരുന്നു. അങ്ങനെ അവരാണ് സബഅ്കാർ എന്ന് പിന്നീട് അറിയപ്പെട്ടിട്ടുള്ളത്. സബഅ്കാർക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചരിത്രം തുടങ്ങുന്നത് ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയത്തുൻ. തീർച്ചയായും സബഅ്കാർ അവരുടെ വാസസ്ഥലത്ത് തന്നെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അവർ താമസിക്കുന്ന സ്ഥലം, അവർ താമസിക്കുന്ന നാട്, അത് തന്നെ ഒരുപാട് അനുഗ്രഹങ്ങളാൽ പൊതിയപ്പെട്ട അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായിരുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ നാട്ടിൽ അവർക്ക് അള്ളാഹു കൊടുത്തൊരു പ്രത്യേകതയാണ് ജന്നതാനി അൻ യമീനിൻ വ ശിമാൽ. അവരുടെ വലത്തും ഇടത്തുമായി 2 തോട്ടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി. ഈ തോട്ടം എന്ന് പറഞ്ഞാൽ മനോഹരമായ തോട്ടമാണ്. ആ തോട്ടങ്ങളിൽ ഫലങ്ങൾ മുളയ്ക്കുന്ന വലിയ വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളാണ്. വെറും കേവലം വലിയ മരങ്ങൾ മാത്രമല്ല, ആ മരങ്ങളിൽ എന്തുണ്ട്? ഫലങ്ങളുണ്ട്. വ്യത്യസ്തങ്ങളായ രുചികളിലുള്ള വ്യത്യസ്ത പഴവർഗ്ഗങ്ങൾ ലഭിക്കുന്ന
വലിയ വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന 2 തോട്ടങ്ങളാണ്. ആ തോട്ടത്തിൽ നിന്ന് അവർ ഭക്ഷിക്കുകയും അവിടെ വിശ്രമിക്കുകയും അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുകയും അതുമൂലം അവർ ഒരുപാട് ആഹ്ലാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇമാം ഖതാദ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ആ തോട്ടത്തിൻ്റെ ഒരു മനോഹാരിത, അതിൻ്റെ ഭംഗി വിവരിച്ചുകൊണ്ട് ഇമാം ഖതാദ പറയുന്നത് നോക്കൂ. അൽ മർഅതു കാനത് തംശി തഹ്ത അൽ അഷ്ജാരി വഅലാ റഅസിഹാ സംബീലുൻ. ഒരു സ്ത്രീ അവരുടെ തലയിൽ ഒരു കൊട്ട ചുമന്ന് ഈ തോട്ടത്തിലൂടെ ഒന്ന് നടന്നു പോകുകയാണ് എങ്കിൽ فيتساقط من الأشجار في ذلك ما يملأه من غير أن يحتاج إلى كلفة ولا قطاف. വെറുതെ ഒന്ന് തലയിൽ കുട്ട വെച്ചുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് ഉലാത്തി വന്നാൽ മതി. ഫലങ്ങൾ പഴങ്ങൾ പറിക്കേണ്ടതില്ലാത്ത രൂപത്തിൽ പറിക്കാതെ തന്നെ അവളുടെ കൊട്ട നിറയും. ഒന്ന് പോയി വന്നാൽ തലയിൽ കൊട്ട വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് നടന്നു വന്നാൽ മതി. ഫലങ്ങൾ പറിക്കണ്ട, എന്ത് ചെയ്യും, കൊട്ടയിലേക്ക് അങ്ങനെ നിറഞ്ഞു വീഴും. എത്ര മനോഹരാണെന്ന് ആലോചിച്ച് നോക്ക്. എന്തുകൊണ്ടാണ് പറിക്കാതെ തന്നെ കൊട്ടയിലേക്ക് ഈ പഴങ്ങൾ വീഴുന്നത്? എന്തുകൊണ്ടാ? പാകമായി അത്രയും അധികം ഫലങ്ങൾ ആ തോട്ടത്തിലുണ്ട്. ആ കൊട്ടയിലേക്ക് വീഴുമ്പോൾ ആ ഫലങ്ങൾക്ക് കേടുപാട് പറ്റുന്നില്ല. കാരണം വലിയ ഉയരത്തിൽ നിന്നല്ല വീഴുന്നത്, ഉയരം കുറഞ്ഞുകൊണ്ട് ആ ഫലങ്ങൾ അടുത്തു നിൽക്കുന്നു. അത്രയും മനോഹരമായ തോട്ടങ്ങളാണ് ഇവർക്ക് നൽകിയത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത മറ്റൊരു അനുഗ്രഹമാണ് അല്ലാഹു അവർക്ക് നൽകിയ വലിയ കഴിവ് കൊണ്ട്, ശക്തി കൊണ്ട് അവർ ഒരു വലിയ അണക്കെട്ട് അവരുടെ നാട്ടിൽ നിർമ്മിച്ചു. വലിയ അണക്കെട്ട്, വലിയ ഡാം നിർമ്മിച്ചു. ആ ഡാമിലേക്ക് മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുമ്പോൾ വെള്ളം കുത്തി ഒലിച്ചു വരും, ആ ഡാം നിറയും. അങ്ങനെ വലിയ ജലാശയം, വലിയ വെള്ളം, ഒരുപാട് വെള്ളം ആ ഡാമിൽ, അണക്കെട്ടിൽ അവർ ശേഖരിച്ചു വെച്ചു. അവരെ കൃഷിക്കും അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കും അവർ ആ അണക്കെട്ടിൽ നിന്ന് വെള്ളം ഉപയോഗിച്ചു കൊണ്ടേയിരുന്നു. ഇത് മറ്റൊരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നുണ്ട്, കുലൂ മിർ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹു. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകി, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ വേണ്ടത് നിങ്ങൾ ഭക്ഷിക്കുക. വഷ്കുറൂ ലഹു, എന്ത് ചെയ്യണം? അല്ലാഹുവിനോട് നന്ദിയുള്ള ആളുകളാകണം, അല്ലാഹുവിനോട് നന്ദി കാണിക്കണം. ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. എത്ര നല്ല നാടാണ് അവർക്ക് നൽകിയിട്ടുള്ളത് അല്ലാഹു. വറബ്ബുൻ ഗഫൂർ, അല്ലാഹു അങ്ങേയറ്റം ഗഫൂറാണ്, അങ്ങേയറ്റം പൊറുക്കുന്ന ഒരു റബ്ബും ഏറ്റവും നല്ല നാടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയാൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബൽദത്തുൻ തയ്യിബ, അവരുടെ ഏറ്റവും നല്ല നാടാണ് എന്ന അല്ലാഹുവിൻ്റെ വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ലം യകുൻ ബിബലദിഹിം ശൈഉൻ മിനൽ ദുബാബി വൽ ബഊദി വൽ ബറാഗീസി വലാ ശൈഉൻ മിനൽ ഹവാം. അവരുടെ നാട്ടിൽ എന്തില്ലാന്നറിയോ? അവരുടെ നാട്ടിൽ കൊതുകോ ഈച്ചയോ ചെള്ളുകളോ ഒന്നുമില്ല. അവരുടെ കൃഷികൾ അത് നശിപ്പിക്കാൻ കീടങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഫലങ്ങൾ ചീഞ്ഞളിഞ്ഞു പോവുകയില്ല. മാത്രമല്ല രാത്രികാലങ്ങളിൽ മറ്റും അവരെ ആക്രമിക്കാൻ വിഷജന്തുക്കളുമില്ല. കാരണം എന്താ? അത്രയും മിതമായ സന്തുലിതമായ കാലാവസ്ഥയും പ്രകൃതിയും വൃത്തിയുള്ള സാഹചര്യവുമാണ് അള്ളാഹു ആ നാട്ടിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു ബുദ്ധിമുട്ടുമില്ല അവർക്ക്. ബൽദത്തുൻ തയ്യിബ, എത്ര നല്ല നാടാണ്. ആ നാട് അവർക്ക് നൽകിയ റബ്ബ് എത്ര ഗഫൂറാണ്.
എത്ര കാരുണ്യമുള്ളവനായ റബ്ബാണ്. ഈ അനുഗ്രഹങ്ങൾക്ക് പുറമെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നാടിനു പുറത്തും അവർക്ക് അനുഗ്രഹങ്ങൾ കൊടുത്തു. ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ എവിടെയാണ്? അവരുടെ നാട്ടിൽ തന്നെയാണ്. ഇനി നാട്ടിൽ മാത്രമല്ല, നാടിനു പുറത്തും അവർക്ക് അനുഗ്രഹങ്ങൾ കൊടുത്തു. അവർക്ക് യാത്രാ സൗകര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുത്തു. അവർ ഷാമിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. കാരണം എന്താ? അവരുടെ ബാക്കിക്കാരി ഷാമിലാണ് ഉള്ളത്. പിന്നെ ഷാം എന്ന് പറഞ്ഞാൽ കച്ചവടത്തിന് അറിയപ്പെട്ട നാടാണ്. അപ്പം കച്ചവടത്തിനും മറ്റും ഷാമിലേക്ക് പോകേണ്ടി വരും. ആ ഷാമിലേക്കുള്ള യാത്ര അവർക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു. എങ്ങനെയാണ് എളുപ്പമാക്കി കൊടുത്തത് എന്നല്ലേ? വജഅൽനാ ബൈനഹും വബൈനൽ ഖുറല്ലതി ബാറക്നാ ഫീഹാ ഖുറൻ ളാഹിറതൻ വഖദ്ദർനാ ഫീഹാ സൈർ. അവർക്കും ഷാമിനുമിടയിൽ, ഇവരെവിടെയാണ്? യമനിലാണ്. അള്ളാഹു ഒരുപാട് ബറക്കത്ത് നൽകിയ നാടാണ് ഷാം. അപ്പൊ ഈ യമനിനും ഷാമിനും ഇടയിലുള്ള യാത്രയിൽ അവർക്ക് തമ്പടിക്കാൻ, വിശ്രമിക്കുവാൻ ആളനക്കമുള്ള ഒരുപാട് കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ അള്ളാഹു അടുത്തടുത്തായി കൃത്യമായ ദൂരങ്ങളിൽ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തു. അല്ലെ, പണ്ട് കാലങ്ങളിലേക്കുള്ള യാത്ര എങ്ങനെ? വലിയ മരുഭൂമി താണ്ടിയുള്ള യാത്രകളാണ്. അല്ലേ, മരുഭൂമി താണ്ടി ചുട്ടുപഴുക്കുന്ന മണലിലൂടെ യാത്ര ചെയ്യാൻ ഒട്ടകങ്ങളായി, കുതിരകളായി, കഴുതപ്പുറത്തൊക്കെ ചരക്കുകളുമായി യാത്ര ചെയ്യും. യാത്രക്ക് പുറപ്പെടുന്നതിന് മുമ്പ് എന്തുണ്ടാകും? യാത്രാ സാമഗ്രികൾ ഒരുക്കും. ഭക്ഷണം ഉണ്ടാകണം, വെള്ളമുണ്ടാകണം. ഇതൊക്കെ ശേഖരിച്ച് വലിയ മാസങ്ങളോളമുള്ള യാത്രയാണ് ഉണ്ടാകുക. പക്ഷേ സബൽകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എന്താ? അടുത്തടുത്ത് തന്നെ ചെറിയ ചെറിയ അങ്ങാടികൾ തമ്പടിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിശ്ചയിച്ചു കൊടുത്തു. വെള്ളം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഭക്ഷണം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അടുത്തടുത്ത് ഗ്രാമങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വഴിതെറ്റിപ്പോവുകയുമില്ല. അടുത്തടുത്ത് ജനവാസമുള്ളത് കൊണ്ട് തന്നെ ഇവരെ ആക്രമിക്കാൻ കൊള്ളക്കാരോ കൊള്ള സംഘങ്ങളോ ഒന്നുമില്ല. നിർഭയരായി അവർക്ക് യാത്ര ചെയ്യാം. അള്ളാഹു പറയുന്നത് സീറൂ ഫീഹാ ലയാലിയ വ അയ്യാമൻ ആമിനീൻ. നിങ്ങൾ യാത്ര ചെയ്യൂ, രാത്രിയോ പകലോ നിങ്ങൾ യാത്ര ചെയ്തോ, നിർഭയരായി സന്തോഷത്തോടു കൂടി നിങ്ങൾ യാത്ര ചെയ്തോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു കൊടുക്കാൻ. നമുക്ക് യാത്ര എളുപ്പാക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. അള്ളാഹു ഖുർആനിൽ എടുത്തു പറഞ്ഞ അനുഗ്രഹമാണത്. യാത്ര ചെയ്യുമ്പോൾ നിർഭയത്വം ഉണ്ടാകുക എന്നുള്ളത്. കാരണം യാത്ര എന്നുള്ളത് എന്താണ്? അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ്. യാത്ര എന്നുള്ള ശിക്ഷയുടെ ഒരു കഷ്ണാണ് എന്നാണ്. അതുകൊണ്ട് ഒരുവൻ യാത്ര ചെയ്താൽ അവൻ്റെ ആവശ്യം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ആ യാത്ര അള്ളാഹു എളുപ്പമാക്കി. ഒരുപാട് പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നീക്കിക്കൊടുത്തു. പക്ഷെ അള്ളാഹുവിനോട് അവർ നന്ദികേട് കാണിച്ചു. അവർക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ അവർ തള്ളിപ്പറഞ്ഞു. അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ അവർ മടുത്തു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയാണ് ആര്? ബനു ഇസ്രായേലുകാർ. അവർക്കും ഈ പറഞ്ഞതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു കൊടുത്തിട്ടില്ലേ? അവരും എന്തേ ചെയ്തത്? അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോൾ അവർക്ക് മടുപ്പുണ്ടായി. അള്ളാഹുവിനോട് അവർ നന്ദികേട് കാണിച്ചു. അതേ ബനു ഇസ്രായേലുകാരുടെ സ്വഭാവമാണ് ഇവരും തുടർന്നത്. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു, അള്ളാഹുവേ, ഞങ്ങൾക്ക് ഈ യാത്രാ സൗകര്യമൊന്നും ആവശ്യമില്ല എന്ന് അള്ളാഹുവിനോട് അവർ പറഞ്ഞു. പ്രവാചകന്മാർ അവർക്ക് ഉപദേശം നൽകിക്കൊണ്ടിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട ആളുകളാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് നന്ദി കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ
ഇവർ പ്രവാചകന്മാരോട് ധിക്കാര സ്വരത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊന്നും ആവശ്യമില്ല, ഞങ്ങൾ എത്ര ദൂരവും താണ്ടാൻ ധൈര്യവും കരുത്തും ശക്തിയുമുള്ള ആളുകളാണ്, ഞങ്ങൾ ദുർബലരായ ആളുകളൊന്നല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു യാത്രാ സൗകര്യം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നവർ പ്രവാചകന്മാരോട് ധിക്കാരം പറഞ്ഞു. മാത്രമല്ല അള്ളാഹുവിനോട് അവർ ദുആ ചെയ്തു, റബ്ബന ബാഇദ് ബൈന അസ്ഫാരിന, അള്ളാഹു ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് നീ ദീർഘദൂരം സഞ്ചരിക്കാൻ നിശ്ചയിച്ചു തരണം, ഈ ചെറിയ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളൊന്നും നമുക്ക് വേണ്ട. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവർ ധിക്കാരം പ്രവർത്തിച്ചു. അവർ സ്വന്തത്തിനോട് തന്നെ ദുൽമ് ചെയ്തു, അക്രമം ചെയ്തു. അവരുടെ വിഡ്ഢിത്തായിരുന്നു അത്, അവരുടെ വിവരക്കേടിന്റെ അങ്ങേയറ്റമായിരുന്നു അത്. അള്ളാഹു അവർക്ക് യാത്ര എളുപ്പാക്കി കൊടുത്തപ്പോൾ യാത്രാക്ലേശം അവർ ഇഷ്ടപ്പെട്ടു. യാത്രയിൽ വെള്ളവും ഭക്ഷണവുമായി നേരം വലിയ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാൻ അവർ ഇഷ്ടപ്പെട്ടു. സൗകര്യങ്ങളൊക്കെ അവർക്ക് മടുപ്പായി. ഇതന്നെയാണ് ബനു ഇസ്രായേലുകാരും ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഏറ്റവും നല്ല വിഭവങ്ങൾ അള്ളാഹു ബനു ഇസ്രായേലുകാർക്ക് കൊടുത്തു, ഏറ്റവും നല്ല ഭക്ഷണം. പക്ഷെ ബനു ഇസ്രായേലുകാരെന്താ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് സാധാ ഭൂമിയിൽ നിന്നും മുളച്ചുണ്ടാകുന്ന പച്ചക്കറി അതൊക്കെ മതി എന്ന് അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചു. ഇത് നമുക്ക് വലിയ പാടാണ് കേട്ടോ. അള്ളാഹു നമുക്ക് നല്ല അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ അള്ളാഹുവിനോട് അങ്ങോട്ട് ധിക്കാരം പ്രവർത്തിക്കുന്നതിൽ പെട്ടതാണ് പ്രയാസം ചോദിച്ചു വാങ്ങുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ ഫضലാണ്, അത് ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുക എന്നല്ലാതെ അള്ളാഹുവേ ഇതിൽ നിന്ന് എന്നെ നീ താഴ്ത്തേണമേ, അതല്ലെങ്കിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് പരീക്ഷണം അത് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് ഇത്രയും വലിയ എളുപ്പമൊന്നും ആവശ്യമില്ല എന്ന് നമ്മൾ ദുആ ചെയ്യാൻ ആഗ്രഹിക്കാൻ പാടില്ല. അള്ളാഹു നശിപ്പിച്ചു കളയും. കാരണം അത് അള്ളാഹുവിനോട് നന്ദികേടും ധിക്കാരവുമാണ്. ഈ സബകാർക്ക് സംഭവിച്ച ബനു ഇസ്രായേലുകാർക്ക് സംഭവിച്ച വലിയ അബദ്ധമാണത്. അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹിൻ്റെ ഫضലാണ്, അത് ഇരു കൈകളും നീട്ടി സ്വീകരിക്കുക, അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ അള്ളാഹു നല്ല അനുഗ്രഹങ്ങൾ തരുമ്പോൾ ഇത് വേണ്ടതിലേക്കും താഴുള്ളത് മതി, നല്ല സൗകര്യങ്ങൾ തരുമ്പോൾ അള്ളാഹു ഈ സൗകര്യങ്ങൾ വേണ്ട, പ്രയാസം മതി, നമുക്ക് പറ്റിയ ശൈലിയല്ല. മുഅ്മിനീങ്ങൾ അങ്ങനെയാകാൻ പാടില്ല. അങ്ങനെ ആവശ്യപ്പെട്ടപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സബകാരെ നശിപ്പിച്ചത്. അഥവാ അവരുടെ നന്ദികേടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചിട്ടും അവർ അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു. അള്ളാഹു പറയുന്നു, ഫഅറദു ഫഅർസൽനാ അലൈഹിം സൈലൽ അരിം, അവർ തിരിഞ്ഞു കളഞ്ഞു. തിരിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു തൗഹീദിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന്, അള്ളാഹുവിനെ നന്ദി കാണിക്കുന്നതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു. എന്നിട്ട് അള്ളാഹു അല്ലാത്ത ആളുകളെ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. നോക്കണം നിങ്ങൾ, അള്ളാഹുവിനോടുള്ള എത്രമാത്രം വലിയ നന്ദി കേട്ടാണെന്ന് നോക്ക്. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു, അള്ളാഹു നന്ദി കാണിക്കാൻ പറഞ്ഞു, പ്രവാചകന്മാരെ വിട്ട് ഓർമ്മിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവർ അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചു. അള്ളാഹുവിനോട് നന്ദി കാണിക്കാതെ ഇബാദത്ത് ചെയ്യാതെ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് അവർ തിരിഞ്ഞു. സൂര്യനെ അവർ ആരാധിച്ചു. സൂര്യനെ ആരാധിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു ഈ സബകാർ. കാരണം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഹുദ്ഹുദ് എന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൈന്യത്തിൽപ്പെട്ട ഒരു പക്ഷി ഈ സബകാരെ കുറിച്ച് അന്വേഷിച്ച് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പോയി പറയുന്നുണ്ട്, ഇന്നി വജദ്തു ഇംറഅതൻ തംലികുഹും, ഞാൻ പോയി അന്വേഷിച്ചപ്പോൾ ഒരു സമൂഹത്തിനെ കണ്ടു. ആ സമൂഹത്തിനെ ഭരിക്കുന്നത് ഒരു സ്ത്രീയാണ്. വഊതിയത് മിൻ കുല്ലി ഷൈഇൻ, അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. വലഹ അർശുൻ അദീം, ബിൽഖീസിനെ പറ്റിയാണ് പറയുന്നത്. അവൾക്ക് വലിയ അർശുണ്ട്, വലിയ സിംഹാസനമുണ്ട്.
വജദ്തുഹാ വഖൗമഹാ യസ്ജുദൂന ലിശംസി മിൻ ദൂനില്ലാഹ്. അവളെയും അവളുടെ ജനതയെയും ഞാൻ കണ്ടത് അല്ലാഹു അല്ലാത്ത ആളുകളെ അഥവാ സൂര്യനെ സുജൂദ് ചെയ്യുന്ന അവസ്ഥയിലാണ് ഞാൻ കണ്ടെത്തിയത്. വജിഅ്തുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ. സബയിൽ നിന്നുള്ള വളരെ ദൃഢമായ വാർത്തയോടെയാണ് സുലൈമാൻ താങ്കളിലേക്ക് ഞാൻ വന്നെത്തുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽപ്പെട്ട ഹുദ്ഹുദ് എന്ന പക്ഷി സബഅുകാരെ കുറിച്ച് അദ്ദേഹത്തിന് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം സൂര്യനെ ഇബാദത്ത് ചെയ്തിരുന്ന ആളുകളാണ്. അള്ളാഹു ഈ കണ്ട അനുഗ്രഹങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെന്താ ചെയ്തത്? അള്ളാഹുവിലേക്ക് തിരിയാതെ അള്ളാഹുവിന് പുറമെയുള്ള ആളുകളിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് എന്തായി അവരുടെ പര്യവസാനം? അവർ തിരിഞ്ഞു കളഞ്ഞപ്പോൾ അവർ സ്ഥാപിച്ച വലിയ ആ അണക്കെട്ടുണ്ടല്ലോ, ആ അണക്കെട്ട് അള്ളാഹു അവരുടെ മേൽ തുറന്നു വിട്ടു എന്നാ പറഞ്ഞത്. നോക്കണം നിങ്ങൾ, ആ അണക്കെട്ട് കൊണ്ട് ഒരുപാട് അവർ അനുഗ്രഹം ആസ്വദിച്ചതാണ്. അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തിൽ പെട്ടതായിരുന്നു അവർ നിർമ്മിച്ച അണക്കെട്ടും അതിലെ ജലാശയവും. പക്ഷെ ആ നന്ദികേട് കാണിച്ചപ്പോൾ ആ അണക്കെട്ട് തന്നെ അവർക്കുള്ള ശിക്ഷയായി മാറി. ആ അണക്കെട്ട് പൊട്ടിച്ച് അതിലെ വെള്ളം അവരുടെ മേൽ അള്ളാഹു തുറന്നു വിട്ടു. മാത്രമല്ല അവരുടെ ആ 2 തോട്ടങ്ങൾ, വലിയ മരങ്ങളുള്ള ഒരുപാട് കൈക്കരികളുള്ള ഫലവർഗ്ഗങ്ങളുള്ള ആ 2 തോട്ടങ്ങൾ വബദ്ദൽനാഹും ബിജന്നതൈഹിം, അതിനെ അള്ളാഹു മാറ്റിമറിച്ചു. ആ തോട്ടങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിമറിച്ചു. അതിലെ ഫലങ്ങളെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നാമാവശേഷമാക്കി. പിന്നീട് ആ തോട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് വലിയ വൃക്ഷങ്ങൾ മാത്രമാണ്. ആ വലിയ വൃക്ഷങ്ങളിൽ എന്തില്ല? പഴങ്ങളില്ല. ജന്നതൈനി ദവാതൈ ഉകുലിൻ ഖംതിൻ. ചില വൃക്ഷങ്ങളിൽ പഴങ്ങളുണ്ട്, പക്ഷെ അതിലെന്തുണ്ട്? ആ പഴങ്ങൾ ഭക്ഷിക്കാൻ പറ്റൂല, കയ്പുള്ളതാണ്. അതുപോലെ ഒന്നിനും കൊള്ളാത്തതായ വലിയ വൃക്ഷങ്ങൾ മാത്രമുള്ള തോട്ടങ്ങളായി ആ തോട്ടങ്ങൾ മാറി. വലിയ ഫലവൃക്ഷങ്ങൾ, അതുപോലെ തന്നെ കായ്ക്കറികളുള്ള ആ തോട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിമറിച്ചു. എന്നിട്ട് ഫജഅൽനാഹും അഹാദീസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വെറും കഥയാക്കി മാറ്റി. വെറും കഥയാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരെ പാടെ പൂർണ്ണമായി അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. പിന്നീട് പിൽക്കാലത്തുള്ള ആളുകൾക്ക് പറഞ്ഞു നടക്കാനുള്ള ഒരു കഥ മാത്രമാക്കി അവർ മാറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല. വമസ്സഖ്നാഹും കുല്ല മുമസ്സഖ്, അള്ളാഹു അവരെ ഛിന്ന ഭിന്നമാക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഭിന്നിപ്പിച്ചു കളഞ്ഞു. എത്രത്തോളം എന്നാൽ പിന്നീട് അറബികൾ പറയാൻ തുടങ്ങി, അറബികൾ പഴഞ്ചൊല്ലായി പറയാൻ തുടങ്ങി. സബഅുകാർ ഭിന്നിച്ചതുപോലെ എന്ന അറബികൾ പഴഞ്ചൊല്ലായി പറയാൻ മാത്രം ഒരു വിലയുമില്ലാത്ത നിലവാരവുമില്ലാത്ത ആളുകളാക്കി ഈ പറഞ്ഞ സബഅുകാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു എന്നാണ് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതാണ് സബഅുകാരുടെ ചരിത്രം. അവരുടെ അനുഗ്രഹങ്ങളും അള്ളാഹു അവരെ നശിപ്പിച്ചതും അവരുടെ അന്ത്യവും ഈ രൂപത്തിലായിരുന്നു. എന്താണ് ഇതിൽ നമുക്ക് ലഭിക്കുന്ന പാഠം? അള്ളാഹു എന്തിനാണ് അവരെ ശിക്ഷിച്ചത്? എന്തിനാണ് അവരെ അള്ളാഹു നാമാവശേഷമാക്കിയത്? എന്തിനാണ് അള്ളാഹു അവരെ നശിപ്പിച്ചത്? ذَلِكَ جَزَيْنَاهُمْ بِمَا كَفَرُوا. അവർക്ക് ഈ നിലക്കുള്ള ശിക്ഷ അള്ളാഹു നൽകിയത് അവർ നന്ദികേട് കാണിച്ചത് കൊണ്ടാണ്. അല്ലേ? നന്ദികേട് കാണിക്കുന്ന ആളുകൾക്കല്ലാതെ അള്ളാഹു ഇങ്ങനെ പ്രതിഫലം നൽകുമോ? അള്ളാഹു ചോദിക്കണം, ഫഹൽ നുജാസി ഇല്ലൽ കഫൂർ. നന്ദികേട് കാണിക്കുന്ന ആളുകൾക്കല്ലാതെ നാം ഇങ്ങനെ പ്രതിഫലം നൽകുമോ? അള്ളാഹു നീതിമാനാണ്. അള്ളാഹു ഒരിക്കലും അവൻ്റെ അടിമകളോട് നന്ദികേട് കാണിക്കുകയില്ല, അനീതി കാണിക്കുകയില്ല, അക്രമം പ്രവർത്തിക്കുകയില്ല. അള്ളാഹു ഒരു വിഭാഗത്തിനെ ശിക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ
അത് അവർ നന്ദികേട് കാണിച്ചത് കൊണ്ടായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ ചരിത്രത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് സദ്ദഖ അലൈഹിം ഇബ്ലീസു ظنഹു ഫത്തബഊഹു ഇല്ലാ ഫരീഖൻ മിനൽ മുഅ്മിനീൻ. സബഅുകാരുടെ വിഷയത്തിൽ ഇബ്ലീസ് അവൻ്റെ ധാരണ സത്യപ്പെടുത്തി. മുഅ്മിനീങ്ങളിൽപ്പെട്ട ചില ആളുകൾ ഒഴികെ ബാക്കി എല്ലാ ആളുകളും ശൈത്താനിനെ പിൻപറ്റി. ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, സബഅുകാരെ വഴിപഴപ്പിക്കുവാൻ ശൈത്താൻ വലിയ പണിയെടുക്കേണ്ടി വന്നിട്ടില്ല. ശൈത്താൻ സബഅുകാർ അവരുടെ കാര്യത്തിൽ വലിയ അവൻ്റെ കുതന്ത്രങ്ങളൊന്നും പ്രയോഗിച്ചിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ ശൈത്താനിന്, ഇബ്ലീസിന് അവർ വഴിപ്പെട്ടു, അള്ളാഹുവിനെ ധിക്കരിച്ചു. ഒരു പ്രേരണയുമില്ലാതെ അവർ ശൈത്താനിനെ വഴങ്ങി. അങ്ങനെ ശൈത്താൻ അവൻ്റെ ധാരണ സബഅുകാരുടെ വിഷയത്തിൽ അവൻ സത്യപ്പെടുത്തി എന്നാണ് പറയുന്നത്. എന്താണ് ശൈത്താനിൻ്റെ ധാരണ? നമുക്കറിയാം, ഇബ്ലീസ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അള്ളാഹുവിനോട് ശപഥം ചെയ്യുന്നുണ്ട്. അള്ളാഹുവിനോട് ഇബ്ലീസ് പറഞ്ഞു, ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർദി വലഉഗ്വിയന്നഹും അജ്മഈൻ. അള്ളാഹുവേ, എന്നെ നീ വഴികേടിലാക്കിയതുകൊണ്ട് ഞാൻ ഭൂമിയിൽ നിന്റെ അടിമകൾക്ക് ദുനിയാവിലെ വിഭവങ്ങൾ അത് അലങ്കൃതമാക്കി തോന്നിച്ചു കൊടുക്കും. അവരെ എല്ലാവരെയും ഞാൻ വഴിപിഴപ്പിച്ച് കളയും. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. നിന്റെ അടിമകളിൽപ്പെട്ട ഇഖ്ലാസുള്ള ചില ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരെയും ഞാൻ വഴിപിഴപ്പിക്കും എന്ന ഇബ്ലീസിൻ്റെ ഈ ധാരണ സബഅുകാരുടെ വിഷയത്തിൽ അവൻ സത്യപ്പെടുത്തി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതാണ് സബഅുകാരുടെ ചരിത്രം. ഇതിൽ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ചരിത്രം പറയുമ്പോൾ അല്ലാഹു പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. ഈ സബഅുകാരുടെ ചരിത്രത്തിൽ അങ്ങേയറ്റം ക്ഷമിക്കുന്ന, അങ്ങേയറ്റം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. അതുകൊണ്ട് ആ ദൃഷ്ടാന്തങ്ങൾ, ഇത്തരം ചരിത്രങ്ങളിൽ നമ്മൾ പാഠം ഉൾക്കൊള്ളണം. ഇതൊരു കഥ കേട്ട് പോകണ പോലെ കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ അങ്ങനെ വിട്ടുകളയാനുള്ളതല്ല. അസ്സഈദു ലിമൻ വഇദ ബിഗൈരിഹി. ചില സ്വഹാബത്ത് പറയാറുണ്ടായിരുന്ന കാര്യമാണ്, സൗഭാഗ്യവാൻ മറ്റുള്ള ആളുകളിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്നവരായിരിക്കും. മുൻകാല ചരിത്രങ്ങളിൽ നിന്ന് നമുക്കെന്താണ് ആ ചരിത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സഹോദരങ്ങൾ, ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. സബഅുകാരുടെ ജീവിതവുമായി നമ്മുടെ ജീവിതവും താരതമ്യം ചെയ്തു നോക്കുക. നമ്മൾ സബഅുകാർക്കുണ്ടായിരുന്ന സുഭിക്ഷത അതിനേക്കാൾ നല്ല രൂപത്തിൽ ഇന്ന് നമ്മൾ ആസ്വദിക്കുന്നില്ലേ? നമുക്കിന്നിവിടെ പട്ടിണി ഉണ്ടോ? പട്ടിണി ഒരു കേട്ടുകേൾവിയാണ്. നമുക്ക് വിശപ്പില്ല, പക്ഷെ നമ്മൾ നന്ദി കാണിക്കുന്നുണ്ടോ? എത്രത്തോളം നമ്മൾ നന്ദി കാണിക്കുന്നുണ്ട്? സബഅുകാരുടെ പോലെ അള്ളാഹുവിനോട് നന്ദി കേടാണോ നമ്മൾ കാണിക്കുന്നത്? അതല്ല, നന്ദിയുള്ള അടിമകളാണോ നമ്മൾ ചിന്തിച്ചു വെക്കുക. അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ ഈ സുഭിക്ഷത, ഈ സുഖജീവിതം അത് എന്നെന്നും നിലനിൽക്കും എന്ന് നമുക്ക് ധൈര്യപ്പെടാൻ എന്തവകാശമുള്ളത്? നമ്മൾ നന്ദി കാണിക്കുന്നില്ല, പക്ഷെ നമുക്ക് ഭയങ്കര ധൈര്യമാണ് ഇത് തുടരും എന്നതിൽ. നന്ദി കാണിക്കുന്നില്ല എങ്കിൽ, നന്ദി കാണിക്കുന്നതിൽ നമുക്ക് വലിയ വീഴ്ചകളുണ്ട് എങ്കിൽ എങ്ങനെയാണ് നമുക്ക് ധൈര്യപ്പെടാൻ സാധിക്കുക? നമുക്ക് ധൈര്യം അതില്ല എങ്കിൽ, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന വിഷയത്തിൽ നമ്മൾ കുറവ് വരുത്തുന്നുണ്ട് എങ്കിൽ സബഅുകാർക്ക് ബാധിച്ചത് നമ്മളെയും ബാധിക്കാനിരിക്കുന്നു എന്ന് നമ്മൾ ആത്മാർത്ഥമായി ഗൗരവത്തോടു കൂടി ചിന്തിക്കുക. പലയിടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
സബഹുകാർക്കുള്ളതുപോലെ വലിയ വലിയ അണക്കെട്ടുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാടില്ലേ? ആ അണക്കെട്ടുകൾ നമ്മളുടെ മേൽ പൊട്ടിച്ചു വിടാൻ, അത് തുറന്നു വിടാൻ അള്ളാഹു കഴിവുള്ളവനല്ലേ? ഒരു സെക്കൻഡുമാണ് അള്ളാഹുവിന്. ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും ഔ മിൻ തഹ്തി അർജുലിക്കും. നബിയെ പറയുക, അള്ളാഹു അവരുടെ കാൽപാദങ്ങൾ അതിൻ്റെ അടിയിൽ നിന്നും അവരുടെ മുകളിൽ നിന്നും ശിക്ഷകൾ അയക്കാൻ കഴിവുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു എങ്കിൽ അവനോട് നന്ദികേട് പ്രവർത്തിക്കുന്ന ആളുകളെ ഒറ്റ നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ അല്ലാഹു കഴിവുള്ളവനാണ്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടുക. സബഹുകാർക്ക് വന്നു ഭവിച്ചതുപോലെയുള്ള മുസീബത്ത് നമ്മളിൽ വന്നു ഭവിക്കുമോ എന്ന് നമ്മൾ സഹോദരങ്ങളെ ചിന്തിക്കുക. നമ്മുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിൻ്റെ അനുഗ്രഹം എത്ര വലുതാണ്. എത്രയെത്ര രുചികരമായ ഭക്ഷണങ്ങളും പാനീയങ്ങളുമാണ് നമ്മൾ ദിനേന ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണല്ലോ എന്ന ചിന്ത നമുക്കുണ്ടോ? ഉണ്ട് എങ്കിൽ ആ ചിന്ത തന്നെ അള്ളാഹുവിനോടുള്ള നന്ദിയാണ്. ഫല്യൻദുറിൽ ഇൻസാനു ഇലാ തആമിഹി. മനുഷ്യൻ അവൻ്റെ ഭക്ഷണത്തിലേക്ക് നോക്കട്ടെ. അന്നാ സബബ്നൽ മാഅ സബ്ബ. അള്ളാഹു ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു. സുമ്മ ശഖഖ്നൽ അർദ ശഖ്ഖ. പിന്നീട് ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സസ്യങ്ങളെ മുളപ്പിച്ചു. فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا. അങ്ങനെ ഒരുപാട് വ്യത്യസ്ത രുചികളിലും നിറങ്ങളിലും വ്യത്യസ്ത ഫലങ്ങൾ, കൈക്കനികൾ അള്ളാഹു നമുക്ക് നൽകി. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? മതാഅൻ ലക്കും വലിഅൻആമിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കുമുള്ള മതാഅാണ്, അള്ളാഹു നൽകിയതാണ്. അതല്ലാതെ നിങ്ങളുടെ കഴിവല്ല. അഫറഅയ്തും മാ തഹ്റുസൂൻ. നിങ്ങളുടെ കൃഷികൾ, നിങ്ങൾ ഭക്ഷണമായി കഴിക്കുന്നത്, അതുണ്ടാകുന്ന കൃഷികൾ നിങ്ങൾ കാണുന്നില്ലേ? അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. നിങ്ങളാണോ ആ കൃഷികളെ ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചു കൊണ്ടുവരുന്നത്? അതല്ല അല്ലാഹു ആണോ? ലൗ നശാഉ ലജഅൽനാഹു ഹുതാമൻ ഫളൽതും തഫക്കഹൂൻ. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒന്നും നമുക്ക് കൃഷിയായി ഭക്ഷണമായി ഇല്ലാത്ത അവസ്ഥയിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ അവശേഷിപ്പിക്കുമായിരുന്നു. വലിയ ദുരവസ്ഥയിൽ നോക്കി നിൽക്കേണ്ട അവസ്ഥ നമുക്കുണ്ടാകുമായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ട ആഹാരങ്ങൾ പട്ടിണിയില്ലാത്ത വിധത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. വെള്ളം എത്ര വലിയ അനുഗ്രഹമാണ്. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ നോക്കുന്നില്ല, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ മേഘക്കീറുകളിൽ നിന്ന് അതിനെ താഴേക്ക് ഇറക്കിയത്, അതോ നാമാണോ, അല്ലാഹു ആണോ? ലൗ നശാഉ ലജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. നിങ്ങൾ കുടിക്കുന്ന ഈ വെള്ളം അത് അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഉപ്പുരസമുള്ളതാക്കുമായിരുന്നു. എന്നിട്ടും നിങ്ങൾ എന്തേ മനുഷ്യരെ നന്ദി കാണിക്കാത്തത്? അല്ലാഹു നാളെ പരലോകത്ത് എടുത്തു ചോദിക്കുന്ന ചോദ്യമാണ് ഇതൊക്കെ. അലം ഉറവ്വിക ബിൽ മാഇൽ ബാരിദ്. തണുത്ത വെള്ളം നിങ്ങൾക്ക് നാം കുടിക്കാൻ നൽകിയില്ലേ? ഫൈന ശുക്രു ദാലിക. ഇതിനൊക്കെയുള്ള നന്ദി എവിടെയാണ് മനുഷ്യ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ഭക്ഷണമെന്ന അനുഗ്രഹം, വെള്ളമെന്ന അനുഗ്രഹം, നിർഭയത്വം എന്ന അനുഗ്രഹം, പേടിയില്ലാത്ത അവസ്ഥ. എന്തൊരു അനുഗ്രഹമാണ് നിർഭയത്വം എന്ന അനുഗ്രഹം. ആരെയും പേടിക്കാനില്ല, ഒരു ബോംബും വന്ന് വീഴാനില്ല,
ആരും നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ച് കൊണ്ടുപോകാനില്ല. ആരും നമ്മുടെ കുടുംബത്തിൻ്റെയും മക്കളുടെയും അഭിമാനവും അവരുടെ ചാരിത്രവും നശിപ്പിക്കാൻ ആരുമില്ല. എന്തു വലിയ അനുഗ്രഹമാണ്! എന്നിട്ടും അള്ളാഹുവിനോട് നമ്മൾ നന്ദി കാണിക്കുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക. അള്ളാഹു നാളെ പരലോകത്ത് ചോദിക്കുമ്പോൾ എന്താണ് നമുക്ക് ഉത്തരം പറയാനുണ്ടാവുക? വിശപ്പില്ലാതെ കഴിഞ്ഞുപോയ ദിനരാത്രങ്ങൾ, അതിന് നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിച്ചിട്ടുണ്ടോ? ആരോഗ്യത്തോടുകൂടി ജീവിച്ചു തീർത്ത ദിവസങ്ങൾ, അതിൻ്റെ പേരിൽ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റിയിട്ടുണ്ടോ? ലഭിച്ച ഇസ്ലാം, നമ്മൾ നിലകൊള്ളുന്ന മഹത്തായ ദീൻ, അതിൻ്റെ വക്താക്കളാകുവാൻ അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തു എന്നത് മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് നന്ദിയുടെ പേരിൽ സുജൂദ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് സഹോദരങ്ങളെ. എത്ര അനുഗ്രഹം! അള്ളാന്റെ അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാൻ നോക്കിയാൽ അതിന് സാധിക്കുകയില്ല. നിങ്ങൾ സുഖമായി അനുഭവിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ അള്ളാഹുവിൽ നിന്നാണ്. ചിലതൊന്നും അള്ളാന്റെ അനുഗ്രഹമാണോ എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുകയില്ല. ചിലതെല്ലാം നഷ്ടപ്പെടുമ്പോഴായിരിക്കും അള്ളാഹുവേ ഇത് അനുഗ്രഹമായിരുന്നല്ലോ നമുക്ക് ബോധ്യപ്പെടാം. എത്ര അനുഗ്രഹങ്ങളാണ് ആസ്വദിച്ച് മറന്നുപോയിട്ടുള്ള എത്ര അനുഗ്രഹങ്ങളുണ്ട്. ഇതുവരെ നമുക്ക് മനസ്സിലാകാത്ത അനുഗ്രഹങ്ങൾ എത്രത്തോളമുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്നത്. ഈ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. തീർച്ചയായും അന്നേ ദിവസം എല്ലാ അനുഗ്രഹങ്ങളുടെ കാര്യവും നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. ഈ ആയത്ത് അവതരിപ്പിക്കുമ്പോൾ സ്വഹാബികൾ പട്ടിണിയിലാണ്. നിങ്ങൾ ആലോചിക്കണം. എന്ന ഈ ആയത്ത് അവതരിക്കുമ്പോൾ സ്വഹാബികൾ അവർക്കുണ്ടായിരുന്നത് കേവലം വെള്ളവും കാരക്കയും മാത്രമാണ്. ഈ ആയത്ത് അവതരിക്കുമ്പോൾ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അള്ളാഹിന്റെ റസൂലെ, ഞങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും എന്ന അനുഗ്രഹം ഈ കാരക്കയും വെള്ളവുമാണോ? അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ഈ കാരക്കയും വെള്ളവുമാണ്. അവർക്ക് ഈ ആയത്ത് അവതരിച്ചു എങ്കിൽ സഹോദരങ്ങളെ, അവർ അനുഭവിക്കാത്ത എത്ര അനുഗ്രഹങ്ങളാണ് നമ്മളിലുള്ളത്. സ്വഹാബത്ത് രുചിച്ചു നോക്കാത്ത, സ്വഹാബത്തും അള്ളാഹുവിൻ്റെ റസൂലും നുകരാത്ത എത്ര ഭക്ഷണ പാനീയങ്ങളാണ് നമ്മൾ ആസ്വദിച്ചിട്ടുള്ളത്. അവർ കിടന്നുറങ്ങിയിട്ടില്ലാത്ത, അവർ വിശ്രമിച്ചിട്ടില്ലാത്ത എന്ത് തരം പട്ടുമെത്തകളിലാണ് നമ്മൾ വിശ്രമിക്കുന്നത്, നമ്മൾ കിടന്നുറങ്ങുന്നത്. എന്നിട്ടും നമ്മൾ നന്ദി കാണിക്കുന്നില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ മോശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശിക്ഷ എപ്പോഴാണ് നമ്മളിലേക്ക് വന്നു ഭവിക്കുക എന്നുള്ളത് നമ്മൾ ഭയപ്പെടണം. സബൽഗാർ, അവരുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷെ അവരുടെ അനുഗ്രഹവും നമുക്ക് ലഭിച്ച അനുഗ്രഹവും താരതമ്യം ചെയ്താൽ, സബൽഗാർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുമായി താരതമ്യം ചെയ്താൽ സബൽഗാരുടെ അനുഗ്രഹങ്ങൾ വളരെ നിസ്സാരം മാത്രമാണ്. അല്ലേ? അവരെക്കാൾ എത്ര അനുഗ്രഹീതരാണ് നമ്മൾ. എന്തൊക്കെ അനുഗ്രഹങ്ങൾ അല്ലാഹു അവരെക്കാൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അവർ ആ അനുഗ്രഹങ്ങളെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുമെങ്കിൽ നമ്മൾ ഇന്ന് നിലകൊള്ളുന്ന അനുഗ്രഹങ്ങൾ, അതിനെക്കുറിച്ച് എന്തു തന്നെയായാലും അല്ലാഹു ചോദ്യം ചെയ്യും. അവർക്ക് നമ്മളെക്കാൾ നിസ്സാരമായ അനുഗ്രഹങ്ങളാണ് എങ്കിൽ ആ അനുഗ്രഹങ്ങളുടെ പേരിൽ വരെ അല്ലാഹു അവരോട് ചോദ്യം ചെയ്യുമെങ്കിൽ അതിനേക്കാൾ മികച്ച സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും നൽകിയ നമ്മൾ എന്ത് തന്നെയായാലും അല്ലാഹുവിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നന്ദിയുള്ള ആളുകളാകുക. എങ്ങനെയാണ് അല്ലാഹുവിനോട് നന്ദി കാണിക്കുക?
3 കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമത്തേത് അൽ-ഇഅ്തിറാഫു ബിൽ മുൻഇം. നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയ അല്ലാഹു അവനെ തിരിച്ചറിയാൻ, അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. ഇതൊക്കെ അനുഗ്രഹമാണ് എന്ന് ചിന്തിക്കുക. അതാണ് ഹൃദയം കൊണ്ടുള്ള നന്ദി. ആ അനുഗ്രഹങ്ങളുടെ വലിപ്പം നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ ആ അനുഗ്രഹത്തിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലാകും. എന്നിട്ട് ആ അനുഗ്രഹത്തിനുള്ള നന്ദി നാവിലൂടെ പുറത്തു വരണം. അള്ളാഹുവിനോട് ഹംദ് പറയണം, അൽഹംദുലില്ലാ. ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കണം. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. റബ്ബിൻ്റെ നിഅമത്തിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. അള്ളാഹുവിൻ്റെ നിഅമത്താണ്. എന്തൊരു അനുഗ്രഹം ലഭിച്ചാലും അള്ളാഹുവിലേക്ക് ചേർത്തി പറയുക. എന്നാൽ ഇന്ന് ജനങ്ങളിൽ നോക്കി എത്ര അനുഗ്രഹം ലഭിച്ചാലും അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നില്ല. ഒക്കെ എൻ്റെ ശക്തി കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ സാമർഥ്യം കൊണ്ട് ഞാൻ നേടിയതാണ് എന്ന് പറഞ്ഞ് അവർ സ്വയം അഹങ്കരിക്കുക. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അള്ളാഹുവിലേക്ക് ചേർത്തി പറയുക. അതാണ് നാവ് കൊണ്ടുള്ള അള്ളാഹുവിനോടുള്ള നന്ദി. അതുപോലെ തന്നെ നമ്മളുടെ മറ്റ് പ്രവർത്തനങ്ങളിൽ ആ നന്ദി പ്രതിഫലിക്കണം. അള്ളാഹുവിനനുസരിക്കണം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹുവിനനുസരിക്കണം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് അവനെ ധിക്കരിക്കാതിരിക്കണം. ഇത് 3 ഒരുവൻ സൂക്ഷിച്ചാൽ അവൻ നന്ദിയുള്ള അടിമയായി. ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ബോധമുണ്ടായിരിക്കുക. അതോടൊപ്പം നാവിൽ അള്ളാഹുവിനോടുള്ള ഹംദായും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടും അത് നാവിലൂടെ പുറത്തു വരിക. അമലുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിനനുസരിക്കുക, അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കുക. അള്ളാഹു നൽകിയ അനുഗ്രഹം സമ്പത്താണ് എങ്കിൽ ആ സമ്പത്ത് കൊണ്ട് അള്ളാഹിനെ അനുസരിക്കുക. ആ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കുക. അള്ളാഹു നൽകിയ അനുഗ്രഹമായ കണ്ണും കാതും കൽബും അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രം കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ചിന്തിക്കുകയും അതുപോലെ തന്നെ കേൾക്കുകയും കാണാതിരിക്കുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് അവനെ ധിക്കരിക്കാതിരിക്കുകയും ചെയ്യുക. ഇങ്ങനെ ഒരുവൻ ചെയ്താൽ അവൻ നന്ദിയുള്ള അടിമയാകും. എന്നാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ അനുഗ്രഹങ്ങൾ അതിന് നന്ദി കാണിക്കുന്നില്ല എങ്കിൽ സഹോദരങ്ങളെ, ആ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷകളാക്കി മാറ്റും. സബകാരുടെ ചരിത്രത്തിൽ നിന്നുള്ള പാഠതാണ്. ആ അണക്കെട്ട് അവർക്ക് വലിയ അനുഗ്രഹമായിരുന്നു, പക്ഷേ ശിക്ഷയായി മാറി. ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഇന്നല്ലാഹ യുമത്തിഉ ബിനിഅമിഹി മാ ശാഅ. അള്ളാഹു അവൻ്റെ അടിമകൾക്ക് അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഒരുപാട് ആസ്വാദനങ്ങൾ നൽകും. അവൻ ഉദ്ദേശിക്കുന്ന അത്രയും അവൻ്റെ അടിമകൾക്ക് ആസ്വാദനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. فإذا لم يشكر عليها, എന്നാൽ അടിമകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചാൽ ഖലബഹാ അദാബൻ, ആ അനുഗ്രഹങ്ങൾ അള്ളാഹു ശിക്ഷയാക്കി മാറ്റും. നമുക്ക് നമ്മളുടെ അനുഗ്രഹങ്ങൾ അത് നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ? നന്ദിയുള്ള അടിമകളാവുക. നന്ദിയുള്ള ഈ പറഞ്ഞതുപോലെ നന്ദി കാണിക്കുന്ന അടിമകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പേടിക്കാനില്ല. അവർ നിർഭയരാണ്. കാരണം അള്ളാഹുവിനോട് നന്ദിയുള്ള ആളുകൾ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ധൈര്യം തന്നിരിക്കും. നിങ്ങൾ പേടിക്കേണ്ടതില്ല. കാരണം അള്ളാഹു പറയുന്നത്, മാ യഫഅലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വ ആമൻതും. നിങ്ങൾ ഈമാനുള്ള ആളുകളാണ് എങ്കിൽ, നിങ്ങൾ നന്ദി കാണിക്കുന്ന ആളുകളാണ് എങ്കിൽ, നിങ്ങൾ ശിക്ഷിച്ചിട്ട് അള്ളാഹുവിന് എന്താ കിട്ടാനുള്ളത്? നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നുണ്ട്,
അള്ളാഹുവിൽ അടിയുറച്ച് ഈമാനുള്ളവരാണ് എങ്കിൽ നിങ്ങളെ ശിക്ഷിച്ചിട്ട് അള്ളാഹുവിന് എന്ത് കിട്ടാനാണ്? ഇമാം മുത്തറിഫ് റഹിമഹുള്ള അദ്ദേഹം പറയാണ്, നിഅമൽ അബ്ദു സ്വബ്ബാറു ശകൂർ, അങ്ങേയറ്റം ക്ഷമിക്കുന്ന, അങ്ങേയറ്റം നന്ദി കാണിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകൾ എത്ര നല്ല അടിമകളാണ്. നമ്മളിൽ ഉണ്ടാകേണ്ട 2 വിശേഷണങ്ങളാണ്. നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കാൻ ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു നൽകാൻ 2 വിശേഷണങ്ങൾ. ഒന്നെന്തേ, അങ്ങേയറ്റം ക്ഷമിക്കുക പ്രയാസങ്ങൾ വരുമ്പോൾ, അനുഗ്രഹങ്ങൾ വരുമ്പോൾ അങ്ങേയറ്റം നന്ദി കാണിക്കുക. അല്ലദീ ഇദാ ഉഅ്തിയ ശകർ, അള്ളാഹു എന്തെങ്കിലും നൽകിയാൽ അവൻ നന്ദി കാണിക്കും. വഇദാബ്തുലിയ സബർ, എന്തെങ്കിലും പരീക്ഷണങ്ങൾ വന്നാൽ അവൻ ക്ഷമിക്കും. അക്ഷമനായി അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത വാക്കുകൾ അവൻ്റെ നാവിൽ നിന്ന് വരില്ല. ക്ഷമ വിട്ടുകൊണ്ട് അവൻ പ്രവർത്തിക്കുകയില്ല. അവൻ അള്ളാഹുവിൻ്റെ ആ തീരുമാനത്തിൽ ക്ഷമിച്ചു നിൽക്കും. അള്ളാഹു എന്തെങ്കിലും നൽകിയാൽ അള്ളാഹുവിനോട് കൂടുതൽ നന്ദി കാണിക്കും. ഇങ്ങനെയുള്ള അടിമകൾ എത്ര നല്ല അടിമകളാണ് എന്നാണ് പറയുന്നത്. ഇതൊരു മുഅ്മിനിൻ്റെ ഏറ്റവും സവിശേഷമായ ഗുണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം എത്ര അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് നന്മയാണ്. ഇൻ അസാബത്ഹു സറാഅ ശകർ, അവന് വല്ല സന്തോഷവും ഉണ്ടായാൽ അവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അങ്ങനെയാണെങ്കിൽ അവനത് ഖൈറായിരിക്കും. വഇൻ അസാബത്ഹു ضറാഅ സബർ, അവന് എന്തെങ്കിലും പ്രയാസം ബാധിച്ചാൽ അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതും അവന് ഖൈറായിരിക്കും. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക, സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ നന്ദി കാണിക്കുക. അല്ലേ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹത്തായ ഒരു ഇബാദത്താണ്, നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരു സുന്നത്താണ് ശുക്റിൻ്റെ സുജൂദ് എന്നുള്ളത്. സഹോദരങ്ങൾ ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കുക, ഞാനും നിങ്ങളും. അവസാനമായി അള്ളാഹുവിൻ്റെ മുന്നിൽ ശുക്റിൻ്റെ സുജൂദ് ചെയ്തിട്ട് എത്ര ദിവസമായി? എത്ര അനുഗ്രഹങ്ങളാണ് ഓരോ നിമിഷവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനമായി അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്ത് പാലിച്ചിട്ട് എത്ര ദിവസമായി നമ്മൾ? ശുക്റിൻ്റെ സുജൂദ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്വഹാബികൾ പറയാണ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തജദ്ദദ ലഹു നിഅമത്തുൻ ഖറ ലില്ലാഹി സാജിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ഒരു പുതിയ നിഅമത്ത് ലഭിച്ചാൽ അവിടുന്ന് ഉടനെ സുജൂദിലേക്ക് വീഴുമെന്നാണ് പറയുന്നത്. ദീനിയായ അനുഗ്രഹങ്ങൾ, ദുനിയാവിൻ്റെ അനുഗ്രഹങ്ങളെക്കാൾ വലുതാണ് ദീനിയായ അനുഗ്രഹങ്ങൾ. നമുക്കൊരു ഇൽമ് ലഭിക്കുക എന്നുള്ളത്, നമുക്കൊരു വലിയ ഇബാദത്ത് നിർവഹിക്കാൻ സാധിക്കുക എന്നുള്ളത്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ സാധിക്കുക എന്നുള്ള വലിയ നിഅമത്താണ്. നമുക്കൊരു വലിയ കച്ചവടം ഉണ്ടാവുക, വലിയ വീടുണ്ടാവുക, ഒരു സന്താനം ഉണ്ടാവുക, ഇതൊക്കെ അനുഗ്രഹങ്ങൾ തന്നെയാണ്. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി ദുനിയാവിൻ്റെ അനുഗ്രഹത്തേക്കാൾ കൂടുതൽ നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ട ദീനിൻ്റെ അനുഗ്രഹങ്ങളാണ്. മുൻഗാമികളായ സലഫു സാലിഹീങ്ങൾ അങ്ങനെ ദീനിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴാണ് അവർ കൂടുതൽ സന്തോഷവാന്മാരാവുക, ശുക്റിൻ്റെ സുജൂദ് ചെയ്യുക. അതുകൊണ്ട് സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ ഈ ചര്യയെക്കുറിച്ച് നമ്മളെപ്പോഴും മനസ്സിൽ രേഖപ്പെടുത്തി വെക്കുക. നന്ദിയുള്ള ആളുകൾക്ക് അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകും. അള്ളാഹുവിനോട് നന്ദികേടാണ് നമ്മൾ കാണിക്കുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അടുത്തു തന്നെയുണ്ട്. നമ്മളിങ്ങനെ തെറ്റ് ചെയ്യുക, ഹറാമുകൾ പ്രവർത്തിക്കുക, അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുക, പക്ഷെ അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ടാകും. അതിൽ നമ്മൾ വഞ്ചിതരാകരുത്. അള്ളാഹു നമ്മളെ പടിപടിയായി പിടികൂടുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ വിചാരിക്കേണ്ട നമ്മളെ ഹറാമ് ചെയ്യുന്നതും നമ്മുടെ തിന്മകളും അള്ളാഹു അതൊന്നും വിലവെക്കുന്നില്ല. അള്ളാഹു നമ്മൾ
ഇഷ്ടപ്പെടുന്നു, അള്ളാഹു എനിക്കതാ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നു എന്നതിൽ നമ്മൾ വഞ്ചിതരാകരുത്. നമ്മൾ ഏതുവരെ പോകും എന്നറിയാൻ നമ്മൾ അയച്ചുവിട്ടിരിക്കണം. അള്ളാഹു പെട്ടെന്നൊരു പിടുത്തം ഉണ്ടാകും അള്ളാഹുവിൻ്റെ ഭാഗത്ത്. സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, അവർ അറിയാത്ത രൂപത്തിൽ അള്ളാഹു അവരെ പടിപടിയായി പിടികൂടുകയാണ്. അതുകൊണ്ട് തിന്മകൾ ചെയ്യുമ്പോഴും അനുഗ്രഹങ്ങൾ അങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ വഞ്ചിതരാകാൻ പാടില്ല. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾ അള്ളാഹു പിടികൂടുന്നത് ഈ രൂപത്തിലായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ നന്ദിയുള്ള അടിമകളായി നമ്മളെ ഓരോരുത്തരെയും മാറ്റുമാറാകട്ടെ. അല്ലാഹുമ്മ അഇന്ന അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ റബ്ബന ജഅൽനാ ലക ശക്കാരീന വ ലക സബ്ബാരീൻ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. والحمد لله رب العالمين وصلى الله على نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.